എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ തേർഡ് മോഡ്യൂൾ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് തുടങ്ങിയിരുന്നു. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടാണിത്. അപ്പോൾ നമ്മൾ എന്താ ഡിഫൈൻ ചെയ്തത്? ഇൻഡെക്സ് ഓഫ് എ ക്ലോസ്ഡ് കർവ് ഡിഫൈൻ ചെയ്തു. അത് ഡിഫൈൻ ചെയ്യാൻ നമ്മളെ സഹായിച്ചത് ഈ റിസൾട്ടാണ്. യു ടേക്ക് എ ക്ലോസ്ഡ് റെക്ടിഫൈബിൾ കർവ് ഗാമ, ദെൻ ആൻഡ് യു ടേക്ക് എ പോയിന്റ് എ ഔട്ട്സൈഡ് ദ കർവ്. ഗാമ ഇതാണ് ഗാമ എങ്കിൽ അതിൽ നിന്ന് പുറത്തൊരു പോയിന്റ് എടുക്കുക എ. Then this integral value is always integer. നമ്മൾ സ്മൂത്ത് കർവിന് മാത്രമേ അത് പ്രൂവ് ചെയ്തിട്ടുള്ളൂ, അത് മാത്രം മതി. ഇൻഫാക്ട് ദ സെയിം പ്രൂഫ് വർക്ക്സ് ഫോർ പീസ് വൈസ് സ്മൂത്ത്. പക്ഷേ റെക്ടിഫൈബിളിലേക്ക് നമ്മൾ മാറ്റിയിട്ടില്ല, അത് പുസ്തകത്തിലും ഇല്ല. പിന്നെ നമ്മൾ ചെയ്തത് ആ നമ്പറിനെ വൈൻഡിങ് നമ്പർ എന്ന് ഡിഫൈൻ ചെയ്തു, അല്ലെങ്കിൽ ഇൻഡെക്സ് ഓഫ് ഗാമ വിത്ത് റെസ്പെക്ട് ടു ദ പോയിന്റ് എ എന്ന് ഡിഫൈൻ ചെയ്തു. Then we have seen some properties of that binding number or index. Now നമുക്ക് അടുത്ത കാര്യങ്ങൾ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് we need a fundamental property of index. Let gamma be a closed rectifiable curve. Throughout the section, gamma will be a closed rectifiable curve. Then show that n gamma of A is constant for A belonging to a component of G, where G is C minus gamma, and n gamma of A is identically equal to 0 for unbounded component of G. അപ്പോൾ അത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ പറയുന്നത്, നമ്മുടെ കയ്യിലൊരു ഗാമ എന്ന് പറയുന്ന ഒരു ക്ലോസ്ഡ് റെക്ടിഫൈബിൾ കർവ് ഉണ്ട്. ജി എന്ന് പറയുന്നത് സി മൈനസ് ഗാമ, അതായത് ഇതിന്റെ ഔട്ട്സൈഡ് പോർഷൻ അല്ലേ, പുറത്തുള്ള പോർഷൻ. അപ്പം ഇവിടെ ഇപ്പൊ ഇത് എത്ര സി മൈനസ് ഗാമയ്ക്ക് ഇവിടെ എത്ര കമ്പോണന്റ് ഉണ്ട്? സി മൈനസ് ഗാമയ്ക്ക് ഇവിടെ രണ്ട് കമ്പോണന്റ്. അതിൽ ഇത് ഒന്നാമത്തെ കമ്പോണന്റ്, ഇത് രണ്ടാമത്തെ കമ്പോണന്റ്. ഈ സെറ്റ് ഗാമ എന്ന് പറയുന്നത് ട്രൈസ് ഓഫ് ഗാമയാണ്. ഇവിടെ രണ്ട് കമ്പോണന്റേ ഉള്ളൂ. ഇത് ഇങ്ങനെ തന്നെ വരണമെന്നില്ല. ഇപ്പം ഉദാഹരണത്തിന് ഇപ്പോ എന്റെ ക്ലോസ്ഡ് കർവ് എന്ന് പറയുന്നത് ചിലപ്പോ ഇങ്ങനെ ഒരു ഇതാണെങ്കിൽ, ക്ലോസ്ഡ് കർവ് വേണമെങ്കിൽ ഈ രണ്ട് കർവുകളുടെ യൂണിയൻ ആണ് നമ്മുടെ കർവ് എങ്കിൽ, I need a closed rectifiable curve. What are the other possibilities? Can it have more than one component, C minus gamma? Yeah, so Jordan theorem അനുസരിച്ച് there can be two components, in fact three components, 1, 2 and the curve itself. Okay, അപ്പോൾ മറ്റേ റിസൾട്ട് പറയുന്നത് ഈ കമ്പോണൻസിലെല്ലാം അത് കോൺസ്റ്റന്റ് ആയിരിക്കും. മാത്രമല്ല ഈ അൺബൗണ്ടഡ് കമ്പോണന്റ്, അതായത് ഈ ഭാഗത്ത് അത് സീറോയും ആയിരിക്കും, എൻ ഗാമയുടെ വാല്യൂ. ഇതാണ് ആ റിസൾട്ട് പറയുന്നത്. ഓക്കെ, കൂടുതൽ കമ്പോണന്റ് വരുന്ന കേസ് നമ്മൾ പർട്ടിക്കുലർ ജി എടുത്താലേ കിട്ടുള്ളൂ. ഇവിടെ ഈ കേസിൽ രണ്ട് കമ്പോണന്റ് ഉള്ളൂ. ഓക്കെ, എനിവേ, സോ നൗ സീ ദ പ്രൂഫ്. You consider this as the function f of a is equal to n of gamma a. Note that n അവിടെ ഡിഫൈൻഡ് ആണ്, കാരണം ജി എന്ന് പറയുന്നത് സി മൈനസ് ഗാമയാണ്. എൻ ഗാമ എടുക്കുമ്പോൾ എ എന്ന് പറയുന്നത് ട്രൈസ് ഓഫ് ഗാമയിൽ വരാൻ പാടില്ല അല്ലെ, ഡെഫിനിഷൻ വർക്ക്ഔട്ട് ആവണം. നമ്മൾ എന്ത് കാണിക്കുന്നു? എഫ് കണ്ടിന്യൂസ് കാണിക്കുന്നു. ഡയറക്റ്റ് പ്രൂഫ് ആണല്ല, എല്ലാം ട്രിക്കി ഒന്നുമല്ല. ബട്ട് ഇനി അങ്ങോട്ട് പറയാൻ പോകുന്ന 2-3 പ്രൂഫ് എല്ലാം സെയിം ഐഡിയാസ് ആണ്. ഫിക്സ് എ ബിലോങ്സ് ടു ജി ആൻഡ് ലെറ്റ് ആർ ഈസ് ഈക്വൽ ടു ഡി എ ആർ. ഒരു പടം വരയ്ക്കുന്നത് നന്നായിരിക്കും. സോ ദിസ് ഈസ് മൈ ഗാമ. ഇവിടെ നിന്നൊരു എ എടുക്കുക. ഞാൻ പറഞ്ഞ ആർ എന്ന് പറയുന്ന ഏതാ? ഈ ഡിസ്റ്റൻസ് അല്ലേ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ട്രൈസ് ഓഫ് ഗാമ. എഫ് കണ്ടിന്യൂസ് കാണിക്കാൻ വേണ്ടിയിട്ട്
എഫ് കണ്ടിന്യൂസ് ഓൺ ജി എന്നാണ് കാണിക്കേണ്ടത്. സോ ഇത് എസ്റ്റിമേറ്റ് ചെയ്യുക. ഡെഫിനിഷൻ അപ്ലൈ ചെയ്തു. ഗാമ ഓഫ് എയുടെ ഡെഫിനിഷൻ അപ്ലൈ ചെയ്തു. സിംപ്ലിഫൈ ചെയ്തു. മോഡുലസ് പുറത്തെടുത്തു. സോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു. അപ്പൊ എനിക്ക് ഈ ക്വാണ്ടിറ്റി കിട്ടി. അപ്പൊ എനിക്ക് ഇനി ഈ ഡിനോമിനേറ്ററുള്ള ഈ സാധനത്തിനെ ബൗണ്ട് ചെയ്യണം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് choose delta greater than 0 such that modulus of a minus b less than r by 2. അതായത് ഇവിടെ you are choosing a b from here and this is the distance mod a minus b അല്ലേ. നമ്മൾ കണ്ടിന്യൂസ് കാണിക്കാൻ എന്ത് ചെയ്താൽ മതി. സോ ഗിവൺ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0, ഗിവൺ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0, we need to find a delta greater than 0 so that whenever mod a minus b less than delta, mod f of a minus f of b less than epsilon. ഇതല്ലേ കാണിക്കേണ്ടത് കണ്ടിന്യൂസിന്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ബി ഇവിടെ ആർബിട്രറി ആയി ചൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇവിടെ വന്നിട്ട് ഞാൻ ഒരു അഡീഷണൽ കണ്ടീഷൻ കൊടുത്തു. ചൂസ് ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 such that delta, or you can take delta prime and b belongs to g such that modulus of a minus b less than delta dash and delta dash is less than r by 2. ഈ ആറിനെക്കാളും ചിലപ്പോൾ ബി ഇങ്ങനെ ബി നമ്മൾ എടുക്കുന്നത് ഇങ്ങനെ എടുക്കുന്നത് ബി എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ലെസ് ദാൻ ആർ ബൈ 2 ആയിട്ട് ചൂസ് ചെയ്യും. Then for z belongs to trace of gamma, modulus of z minus a, കാരണം ഏതൊരു z എടുത്താലും ഈ ഡിസ്റ്റൻസിനെക്കാളും കൂടുതലായിരിക്കുമല്ലോ, ആറിനെക്കാളും കൂടുതലാണ്, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ആർ ബൈ 2, ആൻഡ് മോഡ് z മൈനസ് ബി ഈസ് ഗ്രേറ്റർ ദാൻ ആർ ബൈ 2. കാരണം എന്താ, ഇതാണ് മിനിമൽ ഡിസ്റ്റൻസ്. വേറൊരു ബി എടുത്തു കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായാലും ആർ ബൈ 2വിനെക്കാളും കൂടുതലായിരിക്കും. ബേസിക് അരിത്തമെറ്റിക്. ഇൻഫാക്ട് മോഡ് z മൈനസ് ബി മാക്സിമം 6 തന്നെ, മിനിമം 6 ആകാൻ പറ്റുള്ളൂ അല്ലെ. മോഡ് z മൈനസ് ബി മിനിമം 6 ആവാനേ പറ്റുള്ളൂ. കാരണം ഡിസ്റ്റൻസ് ആ കർവും എയുമായിട്ടുള്ള ഡിസ്റ്റൻസ് എ ആണ്. അത് വെച്ച് പറയാൻ പറ്റില്ല. ഈ ഫിഗർ വെച്ച് ഇവിടെ ഒരു ഞാൻ ബി എടുക്കുന്നു. this distance will be greater than r by 2. Right? ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റി അപ്ലൈ ചെയ്താൽ ഓക്കെ. അപ്പൊ നമ്മൾ ഇത് എല്ലായിടത്തും ഇവിടെ പ്ലഗ് ഇൻ ചെയ്യുമ്പോൾ എനിക്ക് ഇത് ഗ്രേറ്റർ ദാൻ ആർ ബൈ 2 ആണ്. അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും, ഇവിടെ ദിസ് ഈസ് ലെസ് ദാൻ മോഡ് എ മൈനസ് ബി അവിടെ ഉണ്ട്, ഒരു 2π ഉണ്ട്, ഡിനോമിനേറ്ററിൽ ആർ സ്ക്വയർ ബൈ 4 ഉണ്ട്, പിന്നെ ഇന്റഗ്രലും മോഡ് ഡി സെഡ് ഉണ്ട്. 2ഉം 2ഉം ക്യാൻസൽ ആവും, പിന്നെ ആർ സ്ക്വയറും ഇതൊക്കെയാണ് അവിടെ ഉള്ളത്. പിന്നെ ഇന്റഗ്രലിന്റെ വാല്യൂ എന്ന് പറയുന്നത് വി ഓഫ് ഗാമയാണ് അല്ലെ, ലെങ്ത് ഓഫ് ദ കർവ്. മോഡ് എ മൈനസ് ബി എന്ന് പറയുന്നത് ലെസ് ദാൻ ഡെൽറ്റ ഡാഷ് ആയതുകൊണ്ട് അതും ഇവിടെ കൊടുക്കും. അപ്പൊ എനിക്ക് എന്ത് കിട്ടി, ഇത് ബൗണ്ട് ചെയ്തു. അപ്പൊ ഇനി എനിക്കിത് ലെസ് ദാൻ എപ്സിലോൺ
എന്ന് കിട്ടണം അല്ലെ. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നമ്മൾ സ്ഥിരം ചെയ്യുന്ന ട്രിക്ക് എന്താ, ടേക്ക് ഡെൽറ്റ ആസ് മിനിമം ഓഫ് r/2 ആൻഡ് റെസിപ്രോക്കൽ ഓഫ് ദിസ് ക്വാണ്ടിറ്റി. അപ്പൊ മോഡ് a മൈനസ് ബി എന്ന് പറയുന്നത് എന്താവും, ലെസ് ദാൻ എപ്സിലോൺ ആവും. ഇതെടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, സോ therefore f is continuous. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ, എഫിന്റെ വാല്യൂ ഒരു കമ്പോണന്റിൽ കോൺസ്റ്റന്റ് ആണെന്ന് കാണിക്കേണ്ടത്. സോ നൗ ഇഫ് ഡി ഈസ് എ കമ്പോണന്റ് ഓഫ് ജി, ദെൻ ഡി ഈസ് ഓപ്പൺ. നമ്മൾ ടോപ്പോളജി പഠിച്ചിട്ടുള്ളതാണ്, കണക്റ്റഡ് കമ്പോണന്റ്സ് എല്ലാം ഓപ്പൺ ആണ് ക്ലോസ്ഡും ആണ് അല്ലെ, ബോത്ത് ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് ആണ്. സിൻസ് എഫ് ഈസ് കണ്ടിന്യൂസ്, എഫ് ഓഫ് ഡി ഈസ് എ കണക്റ്റഡ് സബ്സെറ്റ് ഓഫ് ഇസെഡ്. എഫിന്റെ ഇമേജ് ഇവിടെ കിടക്കുന്നത് ഇന്റിജേഴ്സിലാണ് കിടക്കുന്നത്. അപ്പോൾ എഫ് കണ്ടിന്യൂസ് ആണ്, ഡി ഓപ്പൺ ആണ്, കണക്റ്റഡ് ആണ്. സോ എഫ് ഓഫ് ഡി എന്ന് പറയുന്നത് ഒരു കണക്റ്റഡ് സബ്സെറ്റ് ഓഫ് ഇസെഡ് ആയിരിക്കും. പക്ഷേ ഇസെഡിന്റെ കണക്റ്റഡ് സബ്സെറ്റുകളെല്ലാം എന്താ, സിംഗിൾട്ടൺ സെറ്റ്സ് ആണ് അല്ലെ, സിംഗിൾട്ടൺ സെറ്റ്സ്. ഹെൻസ് എഫ് ഓഫ് ഡി ഈസ് എ സിംഗിൾട്ടൺ സെറ്റ്. therefore f is constant function of d. കണ്ടിന്യൂറ്റിയുടെ ഇമ്മീഡിയറ്റ് കോൺസിക്വൻസ് ആണ് എന്താണ്, ബൈൻഡിങ് നമ്പർ എന്ന് പറയുന്നത് കമ്പോണന്റുകളിൽ കോൺസ്റ്റന്റ് എന്നുള്ളത്. ഇനി സപ്പോസ് യു ബി എ അൺബൗണ്ടഡ് കമ്പോണന്റ് ഓഫ് ജി. ഈ അൺബൗണ്ടഡ് കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ എന്താ, അതൊരു സർക്കിളിന്റെ എക്സ്റ്റീരിയറിനെ കണ്ടെയ്ൻ ചെയ്യും. ഇതാണ് അൺബൗണ്ടഡ് കമ്പോണന്റ്. അൺബൗണ്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഇത് കഴിഞ്ഞിട്ട് ഒരു റൗണ്ട് വരച്ചു കഴിഞ്ഞാൽ ആ റൗണ്ടിന്റെ പുറത്തുള്ളതെല്ലാം ആ സെറ്റിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ യൂസ് കണ്ടെയ്ൻസ് ദ എക്സ്റ്റീരിയർ ഓഫ് എ സർക്കിൾ വിത്ത് റേഡിയസ് r and center 0. So if epsilon greater than 0, choose a with modulus of a greater than r. അതായത് ഈ പറയുന്ന സെറ്റിനകത്ത് നിന്ന് ഒരു a എടുക്കുക. Then mod z minus a will be greater than, okay, choose a such that both these conditions, this and this, uniformly for z belongs to God. This is possible. Why this is possible? This is possible because this is a compact set. അതൊരു കോമ്പാക്ട് സെറ്റ് ആയതുകൊണ്ട് അതൊരു ബൗണ്ടഡ് സെറ്റ് ആണ്. അപ്പൊ അതിന്റെ പുറത്ത് എ എന്ന് പറയുന്നത് കുറച്ച് എന്താ പറയാ, കുറച്ച് ദൂരേന്ന് എടുത്താൽ മതി അല്ലെ. അപ്പോ ഗാമയും എയുമായിട്ടുള്ള ഡിസ്റ്റൻസ് ഇതിനേക്കാളും കൂടുന്ന രീതിയിൽ എനിക്ക് എടുക്കാൻ പറ്റും. Then n gamma a is less than epsilon. ജസ്റ്റ് ആ ഇന്റഗ്രൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ 1/2 pi I ഇന്റഗ്രൽ ഗാമ 1/z minus a അല്ലേ എൻ്റെ n gamma. So this is less than or equal to 1/2 pi integral over gamma 1 by mod z minus a mod dz. പക്ഷെ mod z minus a എന്താ, ഇതിനെക്കാളും ചെറുതല്ലേ. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും, 2 pi by b of gamma വരും. ഒരു 1/2 pi ഇവിടെ ഉണ്ട്. പിന്നെ ആ ഇന്റഗ്രൽ എടുക്കുമ്പോൾ ഒരു b of gamma വരും. എന്ത് പറ്റും, ഇവിടെ ഒരു എപ്സിലോൺ കൂടെ ഉണ്ട് കേട്ടോ, എപ്സിലോണും കൂടെ ഉണ്ട്. എപ്സിലോൺ എനിക്ക് എവിടെയാ വേണ്ടത്, ഡിനോമിനേറ്ററിലല്ലേ വേണ്ടത്. എപ്സിലോൺ എനിക്ക് വേണ്ടത് ഡിനോമിനേറ്റർ, ഇവിടെ ഒരു എപ്സിലോൺ, എന്നാലേ എനിക്ക് ഒരു എപ്സിലോൺ കിട്ടും. ഇത് ക്യാൻസൽ ആവും, ഇതും ക്യാൻസൽ ആവും, എനിക്ക് ബാക്ക് എപ്സിലോൺ. അതാണ് ഇതായി എഴുതിയിട്ട്. സോ ഇത് എപ്സിലോൺ ആർബിട്രറി ആയതുകൊണ്ട് ഇതിന് എന്ത് മനസ്സിലാവാം, എൻ ഗാമ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടെൻസ് 0 ആസ് എ ടെൻസ് ടു ഇൻഫിനിറ്റി. ഇനി മാത്രമല്ല എൻ ഗാമ എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ് ഒരു കമ്പോണന്റിൽ, ഒരു കണക്ട്. അപ്പൊ യു എന്ന് പറയുന്ന ഒരു കണക്റ്റഡ് കമ്പോണന്റ് ആണ്. അപ്പൊ അതില് 0യിലേക്ക് പോകുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, ഒരു കോൺസ്റ്റന്റ് വാല്യൂ 0യിലേക്ക് പോകാന്ന് പറഞ്ഞാൽ അത് മൊത്തം 0 ആയല്ലേ പറ്റുള്ളൂ. സോ therefore n gamma of a is 0 in the unbounded component. അതാണ് ആ റിസൾട്ടിന്റെ പ്രൂഫ്. കണക്റ്റഡ് കമ്പോണന്റുകളിലെല്ലാം കോൺസ്റ്റന്റ് വാല്യൂ ആണ്. അൺബൗണ്ടഡ്, ഇൻഫാക്ട് ഒരു അൺബൗണ്ടഡ് കമ്പോണന്റ് ഉണ്ടാവുള്ളൂ. ആ അൺബൗണ്ടഡ് കമ്പോണന്റിൽ n ഗാമയുടെ വാല്യൂ 0. നമുക്ക് ഇനി അടുത്ത കോഷീസ് തിയറം ഒക്കെ പ്രൂവ് ചെയ്യുന്ന ഫണ്ടമെന്റൽ ആയിട്ട് ഈ ഒരു റിസൾട്ടും കൂടെ വേണം. ഇത് ലെമ്മയാണ്. ഈ ലെമ്മ പറയുന്നത് എന്താ, ഗാമ ബി എ rectifiable curve and suppose that phi is a function defined and continuous on the trace of gamma. ഒരു സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ ഒരു കർവ്, ഒരു റെക്ടിഫൈബിൾ കർവ്, അതിന്റെ ട്രേസ്, ഇതൊക്കെ മനസ്സിൽ വരിക. ഈ ഒരു ലെമ്മയിൽ ആവശ്യമില്ല. ഓക്കെ, ക്ലോസ്ഡ് ആവശ്യമില്ല. ഫോർ ഈച്ച് m greater than or equal to 1, define the function fm of z by this.
integral over gamma phi of w by w minus z raised to m dw. Z എവിടെ നിന്നല്ല ഗാമയെന്നല്ല, Z ഗാമയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഈ ഡിനോമിനേറ്റർ 0 ആവും, ഫംഗ്ഷൻ വെൽ ഡിഫൈൻഡ് ആണ്. Then for each m, fm is analytic on C minus gamma, and the derivative is exactly m times f m plus of. This is that statement. Proof is again straightforward. Just to do some calculations. First you estimate this quantity. ഇവിടെ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ഫോർമുല അപ്ലൈ ചെയ്താൽ മതി അത് എസ്റ്റിമേറ്റ് ചെയ്യാൻ. What is a raised to m minus b raised to m? It is a minus b into a raised to m minus 1 plus a raised to m minus 2 into b plus etc. b raised to m minus 1. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് യു വിൽ ഗെറ്റ് ദിസ് ടൈം. എന്തിനാ ഈ ക്വാണ്ടിറ്റി അപ്ലൈ ചെയ്യണമെന്ന് വെച്ചാൽ താഴെ മനസ്സിലാവും. അതിനെ എന്ത് ചെയ്തു, ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ z മൈനസ് എ എന്നാവും. ഇതിനെ എക്സ്പാൻഡ് എഴുതി മാത്രമല്ല ഇതിൽ ഒരു ഡിനോമിനേറ്ററിൽ ഒരു w മൈനസ് z ഇൻറ്റു w മൈനസ് എ വരും. അത് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇവിടെ ഡിനോമിനേറ്ററിൽ വരുന്ന w മൈനസ് z ഇൻറ്റു w മൈനസ് എ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഇത് കിട്ടുന്നത്. നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യേണ്ടത് ഇതല്ലേ, ഈ എഫ് എം ആണ് അനലിറ്റിക് എന്ന് കാണിക്കേണ്ടത്. ഫസ്റ്റ് ഞാനത് കണ്ടിന്യൂസ് എന്ന് പറയാൻ പോവാം. അതിന് വേണ്ടിയിട്ട് ആ മോഡുലസ് എസ്റ്റിമേറ്റ് ചെയ്തു. ഡെഫിനിഷൻസ് അപ്ലൈ ചെയ്തു. ഇനി ഫൈ എന്ന് പറയുന്നത് ബൗണ്ടഡ് ആണ്. സിൻസ് ഫൈ ഈസ് continuous on the compact set gamma mod phi of w less than or equal to m for all w belongs to trace of gamma. അത് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്തു. phi of w യുടെ മോഡുലസ് എമ്മിനെക്കാളും കുറവാണ്. ഇതിനാണ് നമ്മൾ ആ മുകളിൽ ഈ ഒരു ക്വാണ്ടിറ്റി എസ്റ്റിമേറ്റ് ചെയ്തത്. അതെടുത്ത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇതവിടെ വരും, പിന്നെ ആ ക്വാണ്ടിറ്റി വരും. ഓക്കെ, ഇനി എന്താ വേണ്ടത്, എനിക്ക് ഇത് ബൗണ്ടഡ് എന്ന് കാണിച്ചാൽ മതി. സോ അത് എക്സസൈസ് ആയിട്ട് നിങ്ങൾ ആലോചിക്കുക, വൈ ഇറ്റ് ഈസ് ബൗണ്ടഡ്. സോ ദാറ്റ് യു ക്യാൻ ഗെറ്റ് ദിസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ഫോർ ഓൾ മോഡ് z മൈനസ് എ ലെസ് ദാൻ ഡെൽറ്റ. ഇത് എക്സസൈസ് ആയിട്ട് യു ക്യാൻ ചൂസ് ദ ഡെൽറ്റ, ഹൗ യു വാണ്ട് ടു ചൂസ് ഡെൽറ്റ. നമ്മൾ ആ ഇൻഡെക്സിന്റെ തൊട്ട് മുമ്പ് പറഞ്ഞ പ്രൂഫിലെ അതേ ഐഡിയ തന്നെയാണ്. സോ യു ക്യാൻ ഡു ആസ് ആൻ എക്സസൈസ്. യു അപ്രോപ്രിയേറ്റ്ലി ചൂസ് ഡെൽറ്റ സച്ച് ദാറ്റ് this whole quantity, the whole quantity become less than epsilon. ഇത് തനിയെ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. നമ്മൾ ഒരുപാട് തവണ ചെയ്തതാണ് ഡെൽറ്റ എങ്ങനെ ചൂസ് ചെയ്യണം എന്നൊക്കെ. ഓക്കെ, അത് തനിയെ ആലോചിച്ച് ചെയ്യും. എഫ് കണ്ടിന്യൂസ് കിട്ടി. നൗ ഇനി അനലിറ്റിക് എന്ന് കാണിക്കണം. അനലിറ്റിക് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഡെറിവേറ്റീവ് എസ്റ്റിമേറ്റ് ചെയ്ത് നോക്കണം. ഡെറിവേറ്റീവിന്റെ റേഷ്യോ അതിന് ടേക്ക് എ ബിലോങ്സ് ടു ജി മൈനസ് ഗാമ. So what is this quantity? In the definition എടുത്ത് അപ്ലൈ ചെയ്യുമ്പോൾ fm of z minus this thing equal to phi of w നമ്മളിവിടെ സിംപ്ലിഫൈ ചെയ്ത ആ ഒരു ടൈം എടുത്ത് കൊടുക്കാം. എവിടെ നമ്മളിവിടെ ഓക്കെ, ഇവിടെ നിന്ന് ഈ ഒരു ഇതിന് ഫൈ ഓഫ് ഡബ്ല്യു പുറത്തെടുത്താൽ എന്താ വരിക, ഫൈ ഓഫ് ഡബ്ല്യു ഇൻറ്റു 1 ബൈ ഫൈ ഓഫ് ഡബ്ല്യു ബൈ ഇസഡ് മൈനസ് എ അവിടെ നിൽക്കട്ടെ. എഫ് എം ഓഫ് ഇസഡ് മൈനസ് എഫ് എം ഓഫ് എ എന്ത് വരും, ഒരു ഡബ്ല്യു മൈനസ് ഇസഡ് റൈസ് ടു എം മൈനസ്
w minus 1 by w minus a raised to a. ഇതല്ലേ ഈ ക്വാണ്ടിറ്റി. ഈ z മൈനസ് എ ഇന്റഗ്രലിന്റെ പുറത്ത് എഴുതിയാലും മതി, ഇന്റഗ്രേഷനുമായിട്ട് നേരിട്ട് ബന്ധമില്ല. എന്നാലും തൽക്കാലം അതവിടെ നിന്നോട്ടെ. ദിസ് ഈസ് ഈക്വൽ ടു, അതിന്റെ അടുത്ത സ്റ്റെപ്പ് നോക്കി. അടുത്ത സ്റ്റെപ്പിൽ ഈ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എന്താ? ഈ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് z മൈനസ് എ ഇൻറ്റു ഈ ഒരു ക്വാണ്ടിറ്റിയാണ്. അപ്പൊ അവിടെ z മൈനസ് എ ക്യാൻസൽ ആയി പോകും അല്ലെ? z മൈനസ് എ ക്യാൻസൽ ആയി പോകും. വരുന്നത് എന്താ? ഇന്റഗ്രൽ ഓവർ ഗാമ പൈ ഓഫ് w ഇൻറ്റു ഈ സം. ആ സം എന്താ വരിക? 1 by w minus a into w minus z plus etc. 1 by w minus a raised w minus z raised ചെയ്യാം അല്ലെ? into w minus z dw. ഇതല്ലേ ആട്ടെ? ഇതില് പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മളിപ്പോൾ ഓൾറെഡി ചെയ്ത കാര്യം തന്നെ ഇവിടെ അപ്ലൈ ചെയ്യാം. ജസ്റ്റ് ഒരു മാനിപ്പുലേഷൻ ആണ്. ഇതിനെ എങ്ങനെ എഴുതുമെന്ന് പറഞ്ഞാൽ ഫൈ ഓഫ് w ഇൻറ്റു w മൈനസ് എ മുകളിൽ എഴുതി താഴെ w മൈനസ് z റൈസ് ചെയ്യാം. ഇതൊരു ഇന്റഗ്രൽ. സെക്കൻഡ് ഇന്റഗ്രല് ഇന്റഗ്രൽ ഓവർ ഗാമ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് രണ്ടാമത്തെ ടൈമിൽ എന്താ പറയുക? w മൈനസ് എ സ്ക്വയർ ബൈ w മൈനസ് z റൈസ് ടു m മൈനസ് 1 dw. ഇത് രണ്ടാമത്തെ ഇന്റഗ്രൽ. എക്സെട്ര ഇന്റഗ്രൽ ഓവർ ഗാമ phi of w minus a raised to m by minus m അല്ലേ? സോറി, it is minus 1 minus m into w minus z dw. ഇനി നോക്കൂ, ഇതിന്റെ എല്ലാ ന്യൂമറേറ്ററിൽ കിടക്കുന്ന ഈ ഫംഗ്ഷൻ ഉണ്ടല്ലോ, ഇത് കണ്ടിന്യൂസ് അല്ലേ? Now since a will not belongs to gamma, phi of w into w minus a raised to minus k is continuous. Already ഞാൻ എഴുതിയിട്ടുണ്ട് ഇവിടെ. So this is continuous on gamma for each k. അപ്പൊ ഇതിന്റെ ന്യൂമറേറ്റർ കണ്ടിന്യൂസ് ആണ്. ഡിനോമിനേറ്ററിൽ ഒരു w മൈനസ് സംതിങ് റേസ് ടു ഒരു പവർ അല്ലെ? ഈ ഫസ്റ്റ് പാർട്ടിൽ ഇതിന്റെ എഫ് എം എന്ന് പറയുന്നത് ആക്ച്വലി എന്താ? എഫ് എം എന്ന് പറയുന്നത് അതങ്ങനെയല്ലേ കിടക്കുന്നത്? മുകളിൽ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ, ഡിനോമിനേറ്ററിൽ w മൈനസ് ഇസഡ് സം പവർ. ഇവിടെ m ക്യാൻ ബി എനിത്തിങ്, റൈറ്റ്? അപ്പോൾ സെയിം ഫോമിലുള്ള ഇന്റഗ്രൽസ് ആണ്, ആ ഫംഗ്ഷൻസ് തന്നെയാണ് ഈ കിടക്കുന്ന ഓരോന്നും. ഇതൊക്കെ എഫ് എമ്മിന്റെ അതേ സ്ട്രക്ചറിലുള്ളതാണ്. അതല്ലേ കണ്ടിന്യൂസ് നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തത്. സോ ബൈ ദ ഫസ്റ്റ് പാർട്ട് ഈച്ച് ഇന്റഗ്രൽ ഓൺ ദ റൈറ്റ് ഹാൻഡ് സൈഡ് ഓൺ ഡിഫൈൻസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓഫ് ഇസഡ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ആ ഫസ്റ്റ് പാർട്ടിന്റെ അതേ ഇതിൽ തന്നെയാണ്, ആ സ്ട്രക്ചറിൽ തന്നെയാണ് കിടക്കുന്നത്. Okay, now take the limit. Now limit z tends to a കൊടുക്കുമ്പോൾ എന്താ വരിക? ലിമിറ്റ് z tends to a കൊടുക്കുമ്പോൾ ഓരോന്നും കണ്ടിന്യൂസ് ആയതുകൊണ്ട് ഇസഡിന് പകരം എന്ത് കൊടുത്താൽ മതി? എ കൊടുത്താൽ മതി. ഇസഡിന് എ കൊടുക്കുമ്പോൾ എന്ത് പറ്റും? ഇസഡിന് എ കൊടുക്കുമ്പോഴത്തേക്ക് യു വിൽ ഗെറ്റ് എല്ലാ ഇന്റഗ്രലും സെയിം ആകും അല്ലെ? ഇസഡിന് എ കൊടുക്കുമ്പോൾ എല്ലാം സെയിം ഇന്റഗ്രലാണ്. പക്ഷെ ആ ഇന്റഗ്രലിന്റെ എല്ലാം എന്താ വാല്യൂ? എഫ് എമ്മിന്റെ ഡെഫിനിഷൻ അനുസരിച്ച് അതെല്ലാം എഫ് എം പ്ലസ് 1 ഓഫ് എ ആണ്. ഓക്കെ, ഈ എല്ലാ ഇന്റഗ്രലും ഇസഡിന് പകരം എ കൊടുക്കുമ്പോൾ ഇതിന് താഴെ വരും. ഇതിന്റെ ഇന്റഗ്രൽ ഫൈ ഓഫ് w ബൈ w മൈനസ് എ റേസ് ടു എം പ്ലസ് 1 ഡി ഡബ്ല്യു എന്നാവും. അത് തന്നെയാണ് ഇതും എല്ലാ ഇന്റഗ്രലും അത് തന്നെയാണ്, സെയിം വാല്യൂ തന്നെയാണ് ഇതിനെല്ലാം. അപ്പൊ അത് എം ടൈംസ് ഇതെന്ന് പറയുന്നത് എന്താ? ഈ ഇന്റഗ്രൽ എന്ന് പറയുന്നത് എഫ് എം പ്ലസ് 1 ഇസഡ് അല്ലേ? എം പ്ലസ് 1 എ അല്ലേ?
അപ്പോൾ m ടൈംസ് എഫ് എം പ്ലസ് 1 n ഇതായിരുന്നു നമുക്ക് കിട്ടുന്നത്. ദാറ്റ് ഈസ് എ പ്രൂഫ് ഓഫ് ദിസ് ലെമ്മ. Okay, now using this we can prove the Cauchy's integral formula, first version. ഈ ഒരു റിസൾട്ട് ഞാനിത് 10th സെമിനാറായിട്ട് കൊടുത്തു, പക്ഷേ അത് ഓൾറെഡി പ്രിപ്പയർ ചെയ്തതുകൊണ്ട് ഞാൻ പിന്നെ ഇതെടുക്കണമെന്ന് നിർബന്ധമില്ലാന്ന്. പക്ഷേ ഇത് പുസ്തകത്തിലില്ല. പക്ഷെ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പുസ്തകത്തിൽ എക്സസൈസ് എവിടെയോ ഇതിന്റെ ഒരു പർട്ടിക്കുലർ കേസ് പറയുന്നുണ്ട്. പക്ഷേ ഇത് പ്രോബ്ലംസ് ചെയ്യാനും നെറ്റിനൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനും ഈ ഒരു റിസൾട്ട് അറിഞ്ഞിരിക്കുന്നത് നല്ലതായതുകൊണ്ട് ആണ് ഇത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തത്. നിങ്ങൾ റീമാൻ കണ്ടിന്യൂഷൻ തിയറം ഒന്ന് പരീക്ഷയ്ക്ക് എഴുതിയാലും കുഴപ്പമില്ല, ഇല്ലെങ്കിൽ യു ക്യാൻ സ്റ്റേറ്റ് ദിസ്, അല്ലെങ്കിൽ യു ക്യാൻ ജസ്റ്റ് യൂസ് ദിസ്, കുഴപ്പമൊന്നുമില്ല. ഈ റിസൾട്ട് എസെൻഷ്യലി പറയുന്നത്, സപ്പോസ് എഫ് എന്ന് പറയുന്നത് യുവില് ഉള്ള ഫംഗ്ഷൻ ആണ്. യുവിൽ നിന്ന് ഒരു ഡിസ്ക്രീറ്റ് സെറ്റ് ഒഴിവാകുന്ന സ്ഥലത്ത് നമുക്കത് ഹോളോമോർഫിക് എന്ന് അറിയാമെന്ന് വെച്ചോളൂ. ഓക്കെ, യു എന്ന് പറയുന്ന ഒരു സെറ്റില് ഫംഗ്ഷൻ ഉണ്ട്. അതിലൊരു കുറച്ച് ഡിസ്ക്രീറ്റ് ഒരു ഫൈനൈറ്റ് സെറ്റ് ഒഴിവാക്കുന്നു വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു സിംഗിൾ സെറ്റ് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള സ്ഥലത്തെല്ലാം അത് ഹോളോമോർഫിക് അറിയാമെന്ന് വിചാരിക്കുക. ക്വസ്റ്റ്യൻ എഫിന് എനിക്ക് അനലിറ്റിക് ആയിട്ട് എല്ലായിടത്തും ഡിഫൈൻ ചെയ്യാൻ പറ്റും, എക്സ്റ്റെൻഡ് ചെയ്ത് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഈ എക്സ്റ്റൻഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്, ഉദാഹരണത്തിന് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു സൈൻ എക്സ് ബൈ എക്സ്. ഈ ഫംഗ്ഷൻ ആസ് സച്ച് എക്സ് നോട്ട് ഈക്വൽ ടു 0 മാത്രമേ വാലിഡ് ഉള്ളൂ. പക്ഷെ ഞാൻ ഇതിനെ ഒന്ന് റീഡിഫൈൻ ചെയ്താൽ സൈൻ എക്സ് ബൈ എക്സ് ഫോർ എക്സ് നോട്ട് ഈക്വൽ ടു 0 എന്നും 0 അത് 1 എന്നും ഡിഫൈൻ ചെയ്താൽ ഇത് കണ്ടിന്യൂസ് ആണ് അല്ലേ? എക്സ്റ്റെൻഡ് ചെയ്യാം ഇതിനെ 0 കൂടെ എന്ന് പറയുന്ന പോലെ. അപ്പം ഈ റിസൾട്ടിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്, ഹോളോമോർഫിക് എക്സ്റ്റൻഷന് വേണ്ടിയിട്ട് കണ്ടിന്യൂസ് എക്സ്റ്റൻഷൻ നോക്കിയാൽ മതി. കണ്ടിന്യൂസ് ആവുന്ന രീതിയിൽ എനിക്കിത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ഹോളോമോർഫിക് ആവും. അതാണ് റീമാൻ കണ്ടിന്യൂഷൻ തിയറത്തിന്റെ എസെൻസ് എന്ന് പറയുന്നത്. ഇവിടെ കുറച്ച് കൂടുതൽ കാര്യം പറയുന്നുണ്ട്. ഇതിന്റെ പ്രൂഫ് എൻ്റെ ഉണ്ട്, നിങ്ങൾ എടുക്കാൻ പറ്റുമെങ്കിൽ നല്ല, ഡിസ്കസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലതാ, എന്നെ അറിയിക്കുക. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇത് സെമിനാറായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഞാൻ ഇതിന്റെ പ്രൂഫിൽ ഇടയ്ക്ക് അത് ഒരു സ്ഥലത്ത് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ പ്രൂഫ് എക്സസൈസ് ആയിട്ട് ആലോചിക്കുക. സെമിനാർ എടുത്തില്ലെങ്കിൽ എക്സസൈസ് ആലോചിക്കുക, ഞാൻ പ്രൂഫ് ഷെയർ ചെയ്യാം. എന്താണ് Cauchy's integral formula? ഫസ്റ്റ് വെർഷൻ പറയുന്നത്, ലെറ്റ് G be an open subset of the plane f from G to C analytic if gamma is a closed rectifiable curve in G with n gamma w. ഇതൊരു അഡീഷണൽ കണ്ടീഷൻ ആണ്. n gamma w equal to 0 for all w in C minus G. Then for a in G minus gamma, this integral value is this, exactly this. ഇത് നമ്മള് സർക്കിളിന് ഡിസ്കിന് ചെയ്തപ്പോ ഈ ഒരു ടൈം അവിടെ വരില്ല അല്ലെ, ഇത്ര മാത്രം നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തത്. ഇത് അതിന്റെ ജനറലൈസേഷൻ ആണ്. ഡിസ്കിന് എൻഗാമ എന്ന് പറയുന്നത് 1 ആണ്, മീൻസ് ഡിസ്കിനല്ല, അതിന്റെ ആ പുറത്തെ സർക്കിൾ ഒരു റൊട്ടേഷനാണ് ആ സർക്കിൾ ചെയ്യുന്നതെങ്കിൽ എൻഗാമ 1 ആണ്. അപ്പൊ അത് നമുക്ക് പിന്നെ പറയാം ആ കാര്യങ്ങൾ. അപ്പൊ ആദ്യം നമുക്ക് ഇതിന്റെ പ്രൂഫ് നോക്കാം. സ്റ്റേറ്റ്മെന്റ് 1-2 തവണ വായിച്ച ശേഷം പ്രൂഫിലേക്ക് നോക്കാം. പ്രൂഫിന് വേണ്ടിയിട്ട് ആദ്യം define this function phi from G cross G to C by phi of Z comma W equal to f of Z minus f of W by Z minus W for Z not equal to W and Z equal to W നെ f prime of Z എന്ന് ഡിഫൈൻ ചെയ്യാം. ഇനി phi continuous എന്ന് കാണിക്കണം. phi continuous എന്ന് കാണിക്കാൻ എന്ത് ചെയ്താൽ, അത് എക്സസൈസ് ആണ്, പക്ഷെ ഉറപ്പായിട്ട് ഞാൻ പറയാം. കണ്ടിന്യൂറ്റി ക്ലിയർലി for Z not equal to W, phi is continuous. കാരണം ഇത് Z നോട്ട് ഈക്വൽ ടു W ഇതല്ലേ ഡെഫിനിഷൻ, എഫ് ഹോളോമോർഫിക് ഒക്കെ ആയതുകൊണ്ട് ഇതൊരു നൈസ് ഫംഗ്ഷൻ ആണ്. സോ ഇറ്റ് ഈസ് കണ്ടിന്യൂസ്. ഫോർ Z ഈക്വൽ ടു W, വാട്ട് ഈസ് ലിമിറ്റ് Z ഈക്വൽ ടു, ഇന്റർസെക്ഷനിൽ കണ്ടിന്യൂസ് കാണിച്ചാൽ പോരെ. ഇന്റർസെക്ഷനിൽ കണ്ടിന്യൂസ് കാണിക്കാൻ ലിമിറ്റ് എന്താ കണ്ടിന്യൂസിറ്റിയുടെ ഡെഫിനിഷൻ എന്താ, 2 വേരിയബിൾ ഫംഗ്ഷന്റെ കണ്ടിന്യൂസ് കാണിക്കാൻ ലിമിറ്റ് phi ഓഫ് ജസ്റ്റ് നൊട്ടേഷൻ ചെയ്താണ്, ഞാൻ എക്സ് വൈ എന്ന് കൊടുക്കാം. ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു ഇസഡ് അല്ലെ, ഇസഡ് ഈക്വൽ ടു W, phi ഓഫ് എക്സ് വൈ അല്ലേ കണ്ടുപിടിക്കുന്നത്. ദാറ്റ് ഈസ് ലിമിറ്റ്
xy tends to z. What is the phi of xy? It is f of x minus f of y by x minus y. But xy tends to z പോകുമ്പോൾ that is x tends to z, അല്ലേ? That is equivalent of saying that x tending to z and y tends to z. So that means this quantity exactly it goes to f prime of z. അതല്ലേ ഇവിടുത്തെ definition. So that is the proof of phi is continuous. ഇല്ലെങ്കിൽ what you can do is you can estimate this thing. Modulus of phi of zw minus phi of z0 ഇതെടുത്താലും മതി. എന്നിട്ട് ഈ ക്വാണ്ടിറ്റി എടുത്തു കൊടുത്താൽ അത് ഇവിടെ എന്ത് വരും? ദിസ് ഈസ് എഫ് ഓഫ് ഇസഡ് മൈനസ് എഫ് ഓഫ് ഡബ്ല്യു ബൈ ഇസഡ് മൈനസ് ഡബ്ല്യു എന്ന് വരും. ദിസ് ഈസ് ഇവിടെ ഇസഡ് എന്ന് എടുത്താലും മതി. ദിസ് ഈസ് എക്സാക്ട്ലി എഫ് പ്രൈം ഓഫ് ഇസഡ്. സോ ദിസ് ക്യാൻ ബി ലെസ് ദാൻ എപ്സിലോൺ. കാരണം ലിമിറ്റ് ഇസഡ് ടെൻസ് ഡബ്ല്യൂയിൽ ഇത് എഫ് പ്രൈം ഓഫ് ഇസഡിലേക്കല്ലേ പോകുന്നത്. സോ ദെയർഫോർ ഫൈ ഈസ് കണ്ടിന്യൂസ്. ഇനി ഫോർ ഈച്ച് ഡബ്ല്യു ബിലോങ്സ് ടു ജി z maps to phi of z comma w is analytic by Riemann continuation theorem. കാരണം ഇവിടെ ഈ ഫംഗ്ഷൻ ആകെ അനലിറ്റിസിറ്റിക്ക് പ്രശ്നമുള്ളത് എവിടെ മാത്രം? ഒരു w ഫിക്സ് ചെയ്താൽ z ഈക്വൽ ടു w മാത്രമേ പ്രശ്നമുള്ളൂ. ബാക്കിയുള്ളിടത്തെല്ലാം ഇത് അനലിറ്റിക് ആണ്. മാത്രമല്ല z ഈക്വൽ ടു w ഇത് കണ്ടിന്യൂസും ആണ്. അതുകൊണ്ട് തന്നെ റീമാൻ കണ്ടിന്യൂഷൻ തിയറം അനുസരിച്ച് എനിക്കത് ആ ഡബ്ല്യൂയിലും കൂടെ അത് എക്സ്റ്റെൻഡ് ചെയ്യാം. ഒരു പോയിന്റിലേ അവിടെ പ്രശ്നമുള്ളൂ. കണ്ടിന്യൂസ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് അത് holomorphic ആയിട്ട് അല്ലെങ്കിൽ അനലിറ്റിക്കുമായിട്ട് അത് എക്സ്റ്റെൻഡ് ചെയ്യാം. Now consider this set. Capital H is equal to this. W belongs to C such that n gamma W equal to 0. n gamma 0 ആകുന്ന ഡബ്ല്യൂകളെല്ലാം കളക്ട് ചെയ്യുക. ഇനി ഈ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തു. ഇന്റിജർ വാല്യൂഡ് ആണെന്ന് പ്രൂവ് ചെയ്തു. അതുകൊണ്ട് തന്നെ H ഒരു ഓപ്പൺ സെറ്റ് ആണ്. കണ്ടിന്യൂസും ഇന്റിജർ വാല്യൂഡും ആയതുകൊണ്ട് കാരണം സീറോയുടെ ഇൻവേഴ്സ് ഇമേജ് ആണല്ലോ H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇസഡിൽ അത് ഡിസ്ക്രീറ്റ് ടോപ്പോളജി ആയതുകൊണ്ട് ഇൻവേഴ്സ് ഇമേജ് ഓഫ് എ സിംഗിൾ ആൻഡ് സെറ്റ് അത് ക്ലോസ്ഡും ആണ് ഓപ്പണും ആണ്. So H is open. Not that H open എന്നുള്ളത് എക്സ്പ്രസ്ലി എവിടെ ഉപയോഗിക്കണമെന്ന് നോക്കണം. Not that H യൂണിയൻ G എന്താ? It is exactly C. കാരണം ജിയുടെ ഔട്ട്സൈഡ് എല്ലാം നമ്മുടെ ഹൈപ്പോത്തിസിസ് അനുസരിച്ച് ജിയുടെ ഔട്ട്സൈഡ് എല്ലാം n ഗാമ 0 ആവും. അതായത് H കണ്ടെയ്ൻസ് C മൈനസ് G. അതിൻ്റെ കൂടെ ജിയും കൂടെ ചേർക്കുമ്പോൾ എന്തായി? മൊത്തം C ആയില്ലേ? അപ്പൊ അതാണ്. Now you define this function. Define G from C to C by Z belongs to G ആണെങ്കിൽ ഇന്റഗ്രൽ ഗാമ phi of Z comma W. Z Hലെ എലിമെന്റ് ആണെങ്കിൽ ഇന്റഗ്രൽ ഗാമ f of W by W minus Z dz. അപ്പൊ ഇങ്ങനൊരു ഡെഫിനിഷൻ പറയുമ്പോൾ ആദ്യം ചെയ്യേണ്ട എന്താ? ഇതിന്റെ ഇന്റർസെക്ഷനിൽ ഈ രണ്ട് വാല്യൂ കോൺസിഡർ ചെയ്യണം അല്ലെ? അതാണ് ഇവിടെ ചെയ്യുന്നത്. എന്നാലേ ആ ഫംഗ്ഷൻ വെൽ ഡിഫൈൻഡ് ആവും. ദാറ്റ് ഈസ് എൻ ഇമ്മീഡിയറ്റ് കാൽക്കുലേഷൻ. ഇന്റർസെക്ഷനിൽ അത് കോൺസിഡർ ചെയ്യും. Hence G is a well defined function. Now by 305 G is analytic on C. What is 305? Your result അല്ലേ? ആ റിസൾട്ട് അനുസരിച്ച് G is analytic. Why it is analytic by 305? ജിയിലെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് എക്സാക്ട്ലി അതിൽ എഫ് എമ്മിന്റെ ഫോമിലല്ലേ ഇത് രണ്ടും കിടക്കുന്നത്. സോ ദാറ്റ് ഈസ് വൈ ജി ഈസ് അനാലിറ്റിക് ഓൺ സി. phi of ZW ന്റെ ഡെഫിനിഷൻ എടുത്താലും that is exactly of that form. Integral this. മുകളിൽ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ, താഴെ ഒരു Z minus W.
ഓക്കെ. ഇനി എച്ചിനകത്ത് അൺബൗണ്ടഡ് കമ്പോണന്റിൽ എൻ ഗാമ 0 ആണ് നമ്മൾ പറഞ്ഞല്ലോ. കാരണം എച്ചിനകത്ത് അപ്പൊ ആ അൺബൗണ്ടഡ് കമ്പോണന്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ when you take z tends to infinity 1 by w minus z എന്ന് പറയുന്നത് എന്താവും? 0 ആവും. ഇനി ഓൾറെഡി എഫ് എന്ന് പറയുന്നത് ട്രേസ് ഓഫ് ഗാമയിൽ ബൗണ്ടഡ് ആണ്, കണ്ടിന്യൂസ് ആയതുകൊണ്ട് അത് ബൗണ്ടഡ് ആണ്. അതുകൊണ്ട് തന്നെ when you take limit z tends to infinity g of z, ഈ ക്വാണ്ടിറ്റി ഇങ്ങോട്ട് പോകും. ഈ സാധനം ബൗണ്ടഡ് ആണ്, ഡിനോമിനേറ്റർ 0യിലേക്കും പോകുമ്പോൾ ആ മൊത്തം ക്വാണ്ടിറ്റി 0യിലേക്ക് പോകും. ഞാനിത് ഈ ഒരു ഡെഫിനിഷൻ മാത്രം എടുക്കാൻ കാരണം ഞാനത് എച്ച് എന്നാണ് എടുക്കുന്നത്, ഇസഡ് എച്ച് എന്നാണ് എടുക്കുന്നത്. ഫോർ ഇസഡ് ബിലോങ്സ് ടു എച്ച്, ഇസഡ് ബിലോങ്സ് ടു എച്ച് ആണ് എടുക്കുന്നത്. അൺബൗണ്ടഡ് പാർട്ടില്ല. ഇനി വന്നിട്ട് ഈ അൺബൗണ്ടഡ് പാർട്ടില് സോ ഇത് 0യിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ ഐ ക്യാൻ ചൂസ് ആൻ ആർ സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് ജി ഓഫ് ഇസഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഇനി ഇതിന്റെ ബൗണ്ടഡ് പാർട്ടിൽ ഓൾറെഡി അത് ബൗണ്ടഡ് ആണ്, കാരണം ജി കണ്ടിന്യൂസ് ഓൺ ദിസ് കോമ്പാക്ട് സെറ്റ് ആണല്ലോ. B0 ക്ലോഷറിൽ അത് കോമ്പാക്ട് ആണ്, അതുകൊണ്ട് ജി ബാക്കിയുള്ള സ്ഥലത്തും ബൗണ്ടഡ് ആണ്. അപ്പൊ ജി ഒരു എൻറ്റയർ ഫംഗ്ഷൻ ആണ്, മൊത്തം സിയിൽ അനലിറ്റിക്കും ആണ്, അത് ബൗണ്ടഡ് ആയതുകൊണ്ട് ബൈ ലവ്ലീസ് തിയറം ജി ഈസ് എ കോൺസ്റ്റന്റ്. പക്ഷേ ലിമിറ്റ് എടുക്കുമ്പോൾ 0 വരുന്നത് കൊണ്ട് കോൺസ്റ്റന്റ് ആയി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ജി ഈസ് ഐഡന്റിക്കലി ഈക്വൽ ടു 0. So that means for a belongs to G minus gamma, G of A is 0, but G of A for A belongs to G is the definition. That will give you exactly this, and this is exactly this is exactly 2 pi A. Sorry, this is integral gamma f of z by z minus a dz minus f of A into this is 2 pi I into n gamma. ഇതല്ലേ നമുക്ക് വേണ്ടത്. This is equal to 0. That means what? ഇപ്പുറത്ത് വരിക. So f of A is 1 by n gamma A into f of A is 1 by 2 pi integral over gamma f of z by z minus A. So this is the first version of the Cauchy's integral formula. ബാക്കി നമുക്ക് അടുത്ത പാർട്ടി നോക്കാം. താങ്ക് യു.